കൂട്ടുകാരെ, ഞാൻ ലേഖ റെസിപ്പി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിലൂടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹോട്ടൽ രീതിയിൽ ഒരു പുളിശ്ശേരി. ഇതിനായിട്ട് തേങ്ങ, ഒരു മുറി തേങ്ങ ഇട്ടേക്കാം. ഞാൻ 3 ലിറ്റർ മോര് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് തേങ്ങ ചെരുണ്ടി അതെടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി. നമ്മൾ പുളിശ്ശേരി തരുമ്പോൾ നമ്മൾ ശർക്കര ഇടാം, നമുക്ക് പഞ്ചസാര ഇടാം. അപ്പം ഞാൻ അതിനായിട്ട് 2 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടേക്കണത്. അപ്പം മോരൊന്ന് നമുക്കൊന്ന് അരച്ചണ്ട് വരും. അപ്പം ഞാൻ അതിനായിട്ട് ഈ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒരു 1/2 സ്പൂണ് ജീരകം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനൊരു മൊത്തം 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ബാക്കി വെച്ചിട്ട് അരക്കാൻ പോയി എടുത്തതിനകത്ത് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഞാൻ 2 തണ്ട് കറിവേപ്പില. ഈ 1 ലിറ്റർ മോരയാണ് ഈ തേങ്ങ അരയാനുള്ള രീതിയിൽ ഞാൻ കുറച്ച് മോരെടുത്ത് ഇത് ഞാനൊന്ന് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്തായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തായിട്ട് 1 സ്പൂണ് ഉലുവയാണ് ഞാൻ ഇടുന്നത്. ഇതിനകത്ത് ഉലുവ പൊട്ടിയതിന് ശേഷം ഞാൻ 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഉലുവ ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് ഇതിനകത്തായിട്ട് വറ്റൽമുളക്, ഞാനൊരു 3-4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ആ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില, ഞാൻ ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പിടി സവാള അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അരച്ച് വെച്ചേക്കണം മോര്. ഇതിനകത്ത് നമ്മൾ ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. ഈ 3 ലിറ്റർ മോര് മതി നമുക്ക്. അതിന് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോര് ഇളക്കരുത്. മോര് തിളച്ചിട്ടുണ്ടെങ്കിൽ മോര് പിരിഞ്ഞു പോകും, തിളക്കരുത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ സൈഡിലൊരു മണിക്കൂട്ടനുണ്ട്, ആ മണി ഒന്ന് അടിച്ചേക്കണേ മക്കളെ. നമുക്ക് ഇതിനകത്തായിട്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കും. നമ്മുടെ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.